കൊച്ചി മെട്രോയുടെ പരീക്ഷണ ഓട്ടം നേരത്തെയാക്കാൻ DMRC തയ്യാറെടുക്കുന്നതായി സൂചന. ആലുവ മുതൽ മഹാരാജാസ് കോളേജ് വരെയുള്ള ഭാഗത്ത് സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2015 ഡിസംബറിന് മുൻപ് പൂർത്തിയാകും. കോച്ചുകളെത്തിയാൽ 2015 ഡിസംബറിൽ ആലുവ മുതൽ പാലാരിവട്ടം വരെയും 2016 മാർച്ചോടെ മഹാരാജാസ് കോളേജ് വരെയും പരീക്ഷണ ഓട്ടം നടത്താനാണ് DMRCയുടെ തീരുമാനം. DMRCയും KMRLും തമ്മിലുള്ള കരാർ പ്രകാരം 2017 ജൂലൈയിലാണ് ആലുവ മുതൽ പേട്ട വരെയുള്ള ഭാഗത്ത് കൊച്ചി മെട്രോ നിർമ്മാണം പൂർത്തിയാക്കേണ്ടത്. എന്നാൽ 2016 ജൂലൈയിൽ തന്നെ പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്ന് മെട്രോ നിർമ്മാണ ഉദ്ഘാടന വേളയിൽ DMRC മുഖ്യോപദേഷ്ടാവ് E. ശ്രീധരൻ പ്രഖ്യാപിക്കുകയായിരുന്നു. സ്ഥലമേറ്റെടുക്കൽ നടപടികളിലെ കാലതാമസം മൂലം 2016 പൂർത്തിയാക്കേണ്ട ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനം ആലുവ മുതൽ മഹാരാജാസ് കോളേജ് വരെയാക്കി ചുരുക്കുകയായിരുന്നു. എന്നാൽ ഇടപ്പള്ളി മുതൽ മഹാരാജാസ് വരെയുള്ള ഭാഗത്തെ സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയാകാത്തതും മെട്രോയുടെ രണ്ടാം ഘട്ടം കലൂരിൽ നിന്നും കാക്കനാടിന് നീട്ടുന്നത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വവും പദ്ധതി വീണ്ടും വൈകാനിടയാക്കുമെന്ന് DMRCക്ക് ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിലാണ് പരീക്ഷണോട്ടം 2 ഘട്ടങ്ങളായി നടത്തുവാൻ DMRC തയ്യാറെടുക്കുന്നത്. കോച്ചുകളെത്തിയാൽ 2015 ഡിസംബറിലോ 2016 ജനുവരി ആദ്യമോ ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള ഭാഗത്ത് കൊച്ചി മെട്രോ ട്രെയിൻ പരീക്ഷണോട്ടം ആരംഭിക്കും. 2016 മാർച്ചോടെ ആലുവ മുതൽ മഹാരാജാസ് കോളേജ് വരെയുള്ള ഭാഗത്ത് പൂർണ്ണമായും പരീക്ഷണോട്ടം പൂർത്തിയാക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് DMRC. കൊച്ചി മെട്രോയുടെ പ്രതിസന്ധി പരിഹരിക്കുവാൻ ഈ മാസം 6-ന് മുഖ്യമന്ത്രി വിളിച്ചെടുക്കുന്ന ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനമുണ്ടാകും. ഇതിനിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊച്ചി മെട്രോയുടെ പരീക്ഷണോട്ടം നടത്തണമെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. അനിൽ ജോർജ്, റിപ്പോർട്ടർ, കൊച്ചി.